ചേഞ്ച് ഓഫ് ബേസിസ്. ഇത് പഠിക്കുന്നതിന് മുമ്പ് നമുക്ക് ചെറിയൊരു കാര്യം, ആർ സ്ക്വയർ എന്നുള്ള ഒരു വെക്ടർ സ്പേസ്, ആർ സ്ക്വയറിന്റെ ബേസിസ് ആണ് നമുക്ക് ക്യാപിറ്റൽ ബി കൊണ്ട് സൂചിപ്പിക്കാം. ബേസിസ് ആണ് 1,2 ആൻഡ് 2,5. ഇവിടെ രണ്ടാൾക്കാർ ഇത് ലീനിയർലി ഇൻഡിപെൻഡന്റ് ആണ്, കാരണം ഡിറ്റർമിനന്റ് നോട്ട് ഈക്വൽ ടു 0 ആണ്. അതുകൊണ്ട് ബേസ് ആണെന്ന് ഉറപ്പിച്ച് പറയാം. അതല്ല ഇവിടുത്തെ കാര്യം. ഇനി ഞാനൊരു എലമെന്റ് 3,4 ആർ സ്ക്വയർ എടുത്തു. അങ്ങനെയാണെങ്കിൽ 3,4നെ നമുക്ക് a into 1,2 plus b into 2,5 എന്ന് എഴുതാം. ഇതിന്റെയും ലീനിയർ കോമ്പിനേഷൻ ഒക്കെ എഴുതാം. That is equal to a 2a plus 2b, 5b. That is equal to a plus 2b and 2a plus 5b. Therefore, a plus 2b equal to 3 and 2a plus 5b is equal to 4. ഇത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് ഒന്നാമത്തെ ഇക്വേഷൻ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 2a plus 4b equal to 6 and 2a plus 5b is equal to 4. Subtract ചെയ്യുമ്പോൾ minus b equal to 2. Therefore, b equal to 2. b equal to minus 2. b equal to minus 2 ആണെങ്കിൽ a plus 2b equal to 3 ആയിരുന്നു. അപ്പോൾ a plus 2 into minus 2. minus 4 equal to 3. a equal to 7. അപ്പോൾ aയും കിട്ടി bയും കിട്ടി. Therefore, നമുക്ക് എന്ത് എഴുതാൻ അറിയോ? 3,4 equal to a എന്ന് പറഞ്ഞാൽ 7. 7 into 1,2 plus b ആരായിരുന്നു? b minus 2. minus 2 into b minus 2. 2,5. ഇങ്ങനെ എഴുതി വെക്കാം. ശരിയല്ലേ? അങ്ങനെയെങ്കിൽ 3,4 എന്നാൽ നമ്മൾ ഇതുവരെ പഠിച്ചത് അതിന്റെ കോർഡിനേറ്റ് 3,4 വിത്ത് റെസ്പെക്ട് ടു ദി ബേസിസ് b. 3,4 വിത്ത് റെസ്പെക്ട് ടു ദി ബേസ് 7, -2 ഇങ്ങനെ എഴുതാനാണ് ഇതുവരെ പഠിച്ചിരുന്നത്. ഇനി ഇവിടെ നിങ്ങട്ട് ഇങ്ങനെ എഴുതണ്ട, അതിന് പകരം ഇങ്ങനെ എഴുതിയാൽ മതി. 3,4 എന്ന് പറഞ്ഞാൽ 7, -2. ഈ 7, -2 എന്ന് പറഞ്ഞാൽ അവിടുന്ന് മനസ്സിലാക്കണം അതിന്റെ കോയിഫിഷ്യന്റ് ആണ് 7, -2. തിരിച്ചൊരാൾ ചോദിക്കുകയാണ്, ഒരു വെക്ടറിന്റെ വിത്ത് റെസ്പെക്ട് ടു ദി ബേസിസ് b ഈക്വൽ ടു 7, -2 ആണ്. അവിടെ b എന്നാൽ 1,2 ആൻഡ് 2,5 ആണ്. അങ്ങനെയാണെങ്കിൽ എന്താണ് v? v നമുക്കറിയാം, b is equal 3,4 ആണ്. അതെങ്ങനെ കിട്ടും? b is equal to 7 into 1,2 plus -2 into 2,5. That is equal to 7, 14 plus -4 minus 10 equal to 3,4. കേട്ടോ, 3,4 കിട്ടിയത്. അപ്പോൾ നമുക്ക് ഇന്ന് മുതൽ ഇങ്ങനെയായിരിക്കും 3,4 ആയിട്ടുള്ള അതിന്റെ ബേസിസിൽ അതിന്റെ കോയിഫിഷ്യന്റ് താഴേക്കാണ് എഴുതേണ്ടത്. ഈ കോയിഫിഷ്യന്റ് ഇനി മുതൽ താഴേക്ക് വേണം എഴുതി വെക്കാൻ. ഓക്കെ, ആ ഒരു കാര്യം നിങ്ങളെ മനസ്സിലുണ്ടാവണം. ഇനിയാണ് നമ്മൾ ചേഞ്ച് ഓഫ് ബേസിസിനെ പറ്റി പഠിക്കാൻ പോകുന്നത്. വെരി 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 ഇമ്പോർട്ടന്റ്. ചേഞ്ച് ഓഫ് ബേസിസ്. നോക്കൂ, ആർ സ്ക്വയർ ഞാൻ വെക്ടർ സ്പേസ് ആക്കി എടുത്തു. ആർ സ്ക്വയറിന്റെ ഒരു ബേസിസ് ആണ് b1, b1ഉം b2. ഒരുപാട് ബേസ് ഉണ്ടാവുമല്ലോ ആർ സ്ക്വയറിന്. അതിൽ ഒരു ബേസിസ് ഞാൻ b1 എടുത്തു. b1 ആക്കിയിട്ട് ഞാൻ എടുക്കുന്നത് ആരെന്നറിയോ? b1 is equal to 1,2, 2,3. b2 ആക്കിയിട്ട് ഞാൻ എടുക്കാൻ പോണത് 1,3 ആൻഡ് 1,4. ഇത് രണ്ടും ബേസ് ആണ്. കാരണം അറിയാത്തവരുണ്ടെങ്കിൽ നോക്കിക്കോളൂ. 1 into 2, 3 എന്ന് പറയുമ്പോൾ ഡിറ്റർമിനന്റ് നോട്ട് ഈക്വൽ ടു 0 ആണ്. therefore ഇത് ബേസ് ആണ്, ലീനിയർലി ഇൻഡിപെൻഡന്റ് ആണ്. കാരണം ഇവിടെ രണ്ടാൾക്കാർ, ഇവിടെ ഡയമെൻഷൻ 2, ഇവിടെ രണ്ടാൾക്കാർ. therefore അത് ബേസിസ് ആണ്, b1ഉം b2. അങ്ങനെയെങ്കിൽ ഞാൻ ഇതിന് ഓരോന്നിനും പേര് കൊടുക്കാൻ പോവുകയാണ്.
ഞാൻ ഇതിനെ u1 എന്ന് വിളിക്കുകയാണെ, ഇതിനെ u2 എന്ന് വിളിക്കുക. ഇതിനെ v1 എന്ന് വിളിക്കാം, ഇതിനെ v2 എന്നും വിളിക്കാം. ഓക്കെ. Then u1 with respect to v2 എന്തായിരിക്കും വരിക? u1 with respect to v2. u1 നെ v2 ന്റെ ഫോർമാറ്റിൽ എഴുതണം. അപ്പോൾ റൈറ്റ് സൈഡിൽ എഴുതി വെക്കുക. ആരാണ് u1? 1,2. 1,2 with respect to v2 എന്ന് പറയുമ്പോൾ that is equal to a into 1,3 plus b into 1,4. എന്നിട്ട് ആ എയും ബിയും വേണം ഇവിടെ അങ്ങനെ എഴുതി വെക്കാൻ. എയും ബിയും ആ എയും ബിയും കണ്ടെത്തണം. ഇവിടെ മനസ്സിലായോ? u1 നെ b2 ന്റെ ഫോർമാറ്റിൽ എഴുതാൻ പോവുകയാണ്. ഈ 1,2 നെ ആരെ ഫോർമാറ്റില? ഇതിന്റെ ഫോർമാറ്റിൽ. അതേപോലെ u2 നെയും ഇതിന്റെ ഫോർമാറ്റിൽ എഴുതി വെക്കും. എഴുതുമ്പോൾ that is equal to a 3a plus b 4b. That is equal to a plus b, 3a plus 4b. Therefore, a plus b equal to 1 and 3a plus 4b is equal to 2. a plus b equal to 1, 3a plus 4b is equal to 2. ഇത് രണ്ടും സോൾവ് ചെയ്യാം. സോൾവ് ചെയ്യുമ്പോൾ ഒന്നാമത്തെ ഇക്വേഷനെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 3a plus 3b equal to 3. രണ്ടാമത്തെ ഇക്വേഷൻ അതേപോലെ തന്നെ 3a plus 4b equal to. സബ്ട്രാക്ട് ചെയ്യുമ്പോൾ minus b equal to 1 എന്ന് കിട്ടും. Therefore, b equal to minus 1. b minus 1 ആണെങ്കിൽ a plus b is equal to 1 ആണ്. a plus minus 1 equal to 1. Therefore, a equal to 2. അപ്പോൾ എയും കിട്ടി, ബിയും കിട്ടി. Therefore, a എന്ന് പറഞ്ഞാൽ 2 ആണ്, b എന്ന് പറഞ്ഞാൽ -1 ആണ്. ആ 2 -1 ഇവിടെ എഴുതി വെച്ചു. 2, -1. ഓക്കെ. ഇനി അതുപോലെ u2 നെ വിത്ത് റെസ്പെക്ട് ടു b2 എഴുതാൻ പോവുകയാണ്. ഈ u2 നെ വിത്ത് റെസ്പെക്ട് ടു b2 അങ്ങനെ എഴുതുമ്പോൾ എന്ത് ചെയ്യാം? ഇനി കാണാൻ പോണത് u2 വിത്ത് റെസ്പെക്ട് ടു b2. അപ്പൊ ഇങ്ങനെയാണ് എഴുതി വെക്കേണ്ടി വരിക. അഥവാ ആരാണ് u2 എന്ന് പറഞ്ഞാൽ u2 is equal to 2,3. 2,3 equal to a into 1,3 plus b into 1,4. ശരിയല്ലേ? v1 ഉം v2 ഫോർമാറ്റിൽ എഴുതാൻ പോകും. That is equal to a, 3a plus b, 4b. 2,3. That is equal to a plus b, 3a plus 4b. That is equal. Therefore, a plus b equal to 2 and 3a plus 4b equal to 3. ഒന്നാമത്തെ ഇക്വേഷനെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. Therefore, 3a plus 3b equal to 6. ഓക്കെ. പക്ഷെ ഇവിടെ ചെറിയൊരു മിസ്റ്റേക്ക് ഒന്നല്ല. അപ്പോ ഒന്നാമത്തെ ഇക്വേഷനെ 3 കൊണ്ട് ഓക്കെ ഒരു കുഴപ്പമില്ല. And 3a plus 4b equal to 3. സബ്ട്രാക്ട് ചെയ്യുമ്പോൾ -b equal to 3. Therefore, b equal to -3. ഓക്കെ. b equal to -3. അതുപോലെ b equal to -3 കിട്ടിയാൽ അത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ a plus b equal to 2, a plus -3 equal to 2, a equal to 5. a 5 കിട്ടി. a 5 കിട്ടിയാൽ a 5 b equal to -3. a 5 b equal to -3. Therefore, 5, -3. ക്ലിയർ? അങ്ങനെ ഇപ്പൊ നമുക്ക് കിട്ടിയ എന്തൊക്കെ അറിയോ? ആർ സ്ക്വയറിന്റെ 2 ബേസ് ആയിരുന്നു b1 ഉം b2. b1ലെ ആൾക്കാരെ ഞാൻ ഇതിന്റെ ഫോർമാറ്റിൽ എഴുതി. ഇനിയിപ്പോ ഇങ്ങനെ മാത്രം ചോദിച്ചാലാണ് ഇങ്ങനെ ചെയ്യേണ്ടത്. ഒരു കോമൺ ആയിട്ട് വന്നു എന്ന് വിചാരിക്കുക. കോമൺ ആയിട്ട്. അപ്പൊ ഇങ്ങനെയല്ല ചെയ്യാൻ ഏറ്റവും നല്ലത്. ഏറ്റവും നല്ലത് എന്താ അറിയോ? അപ്പൊ ഇങ്ങനെയൊക്കെ ചെയ്തില്ലേ നമ്മള്? ഇങ്ങനെയൊക്കെ ചെയ്യുന്നതിനേക്കാൾ നല്ലത് നോക്കൂട്ടോ. ഇതൊക്കെ മായ്ച്ചു കളയാണേ. അതിനൊക്കെ നല്ലത് വേറെ എഴുതി വെക്കലല്ലേ. ഇത് മാത്രം കോപ്പി എടുക്കാം നമുക്ക്. ഇവിടെ കൊണ്ടുപോയി പേസ്റ്റ് ചെയ്യാം.
ഞാൻ ഇതിലുള്ള ഒരാളെ ഇതിന്റെ ഫോർമാറ്റിൽ എഴുതാൻ പോവാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇതിലുള്ള ഒരാൾ എന്ന് പറഞ്ഞാൽ എക്സ് കോമ വൈ. എക്സ് കോമ വൈനെ ഞാൻ ഇതിന്റെയും ഫോർമാറ്റിൽ എഴുതുകയാണ്. എ ഇൻറ്റു 1,3 ബി ഇൻറ്റു 1,4. ഓക്കെ, അങ്ങനെ എന്നാൽ therefore that is equal to a 3a b 4b. That is equal to x comma y. That is a plus b 3a plus 4b. Therefore equation കിട്ടി a plus b equal to x and 3a plus 4b equal to y. Okay. ഒന്നാമത്തെ ഇക്വേഷനെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 3a plus 3b equal to 3x. രണ്ടാമത്തെ ഇക്വേഷൻ അതേപോലെ എഴുതുമ്പോൾ 3a plus 4b equal to y. Therefore 3b minus 4b minus b equal to 3x minus y. Therefore b equal to minus 3x plus y. അപ്പോൾ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ a plus b equal to x ആയിരുന്നു. Therefore a plus b എന്ന് പറഞ്ഞാൽ minus 3x plus y equal to x. Therefore a equal to x plus 3x minus y. a is equal to 4x minus y. ശരിയല്ലേ? അങ്ങനെയാണെങ്കിൽ എയും ബിയും കോമൺ ആയിട്ട് നമുക്ക് കിട്ടി. Therefore ഇത് താഴെക്കെടുത്ത് എഴുതിയാൽ x, y is equal to a into എന്ന് പറയുമ്പോൾ 4x minus y into 1,3 plus b into എന്ന് പറയുമ്പോൾ minus 3x plus y into 1,4. ഇതാണ് ഒരു കോമൺ ഫോർമാറ്റ്. ഇനി നമുക്ക് ഓരോ ആൾക്കാരാക്കി എഴുതാം. അങ്ങനെയാണെങ്കിൽ 1,2 എങ്ങനെ എഴുതാം? Therefore 1,2 is equal to ഇവിടെ 1,3 ഇവിടെ 1,4. 1,2 is equal to x1 y2 4 into 1 minus 2 plus minus 3 into 1 plus 2. That is equal to 4 into 1 4 minus 2 2 into 1,3 minus 3 into 1 minus 3 minus 1 into 1,4. Okay, therefore 1,2 with respect to 2 ഇത് ഏതിന്റെ 1,3 1,4 എന്ന് പറയുമ്പോൾ അത് b2 അല്ലേ? with respect to b2 എന്നാൽ sorry therefore 1,2 with respect to b2 എന്നാൽ ആൻസർ 2, minus 1. അതുപോലെ തന്നെ ഒറ്റയടിക്ക് നമുക്ക് ആൻസർ എഴുതാൻ പോകാട്ടോ. നെക്സ്റ്റ് ആരായിരുന്നു? u2 2,3 that is equal to നമുക്കിതിനെ 1,3 ഇവിടെ കണ്ടോ 1,3 and 1,4. ഇവിടെ എന്തായിരിക്കും വരിക ചോദിച്ചാൽ ഇവിടെ എക്സിന്റെ സ്ഥാനത്ത് 2 വൈന്റെ സ്ഥാനത്ത് 3 4 into 2 minus 3 ഇവിടെ minus 3 into 2 plus 3 that is equal to 4 into 2 8 8 minus 3 5 into 1,3 minus 3 into 2 minus 6 plus 3 minus 3 into 1,4. Therefore 2,3 with respect to beta 2 is equal to 5, minus 3. ഇവിടെ കണ്ടോ ഓരോന്ന് സിംഗിൾ ആക്കി ചെയ്തില്ല, ഒറ്റയടിക്ക് ആദ്യം ഒരു കോമൺ ഫോർമാറ്റ് ഉണ്ടാക്കിയെടുത്തു. ഇവിടുന്ന് ഒരു കോമൺ ഫോർമാറ്റ് ഉണ്ടാക്കിയെടുത്തു. ആ കോമൺ ഫോർമാറ്റ് ഉണ്ടാക്കിയിട്ട് പിന്നെ ഓരോന്നായി ചെയ്തു. 1,2 എടുത്തു, പിന്നെ 2,3 എടുത്തു. ഇവിടെ അങ്ങനെയല്ല, ഇവിടെ ഓരോന്നും സെപ്പറേറ്റ് ആയി ചെയ്തു. ആദ്യം u1 β2 ഇവിടെ ഓരോ ഇക്വേഷൻ സോൾവ് ചെയ്തു, പിന്നെ അടുത്ത ചെയ്തു, അവിടെ ഇക്വേഷൻ സോൾവ് ചെയ്തു. അങ്ങനെ ചെയ്യുന്നതിനേക്കാൾ നല്ലത് ഒരു കോമൺ ഫോർമാറ്റ് ഉണ്ടാക്കിയിട്ട് അതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യലാണ്. ഓക്കെ, നിങ്ങൾക്ക് ഏത് മെത്തേഡാണ് ഏറ്റവും നല്ലതെങ്കിൽ അങ്ങനെ ചെയ്തോളൂ. നമുക്ക് ഒരു മെത്തേഡ് മായ്ച്ചു കളയാം. അങ്ങനെ നമ്മൾ ആർ സ്ക്വയറിന്റെ രണ്ട് ബേസ് എടുത്തു, b1 ഉം b2. ഇനി അതിനുശേഷം ഇതിലുള്ള ഓരോ എലമെന്റിന്റെയും രണ്ടാമത്തിന്റെ ഫോർമാറ്റിൽ എഴുതി വെച്ചു. അങ്ങനെ ഇവിടെ 2 minus 1 കിട്ടി, ഇവിടെ കിട്ടിയത് 5 minus 3 കിട്ടി. ഇനി ഈ u1 β2 അതുപോലെ u2 b2 ഒരുമിച്ച് എഴുതാൻ പോവുകയാണ്. അഥവാ ഇങ്ങനെ now u1 β2
വേണമെങ്കിൽ ഇങ്ങനെ കാണിക്കാട്ടോ. u1 beta 2 u2 beta 2 ഇത് ഒരു മെട്രിക്സ് ആക്കി എഴുതാം. ദാറ്റ് ഈസ് ഈക്വൽ ടു ആരായിരിക്കും വരിക അറിയോ? u1 beta 2 എന്ന് പറഞ്ഞാൽ ഇവിടെ കിട്ടിയിട്ടുണ്ട് 2 minus 1. 2 minus 1. u2 b2 എന്ന് പറഞ്ഞാൽ ആൻസർ 5 minus 3. ഈ മെട്രിക്സ് കണ്ടോ? ഈ മെട്രിക്സിനെ വിളിക്കുന്ന പേരാണ് ട്രാൻസിഷൻ മെട്രിക്സ്. ഇതിനെ വിളിക്കുന്ന പേരാണ് ട്രാൻസിഷൻ മെട്രിക്സ്. ഓക്കെ, ഇതിനെ സൂചിപ്പിക്കുക ഇങ്ങനെയാണ്. P beta 1 B1 to B2 P B1 to B2 as equal to B1 ലെ ഒരു മെമ്പർ U1 with respect to beta 2 എഴുതും. അതുപോലെ U2 with respect to B2 എഴുതി വെക്കും. അതിനെ മെട്രിക്സ് ആക്കി മാറ്റും. ദാറ്റ് ഈസ് ഈക്വൽ ടു ഉത്തരം കിട്ടിയിട്ടുണ്ട്. ഉത്തരം എന്തായിരുന്നു? 2 5 minus 1 minus 3. എന്താണ് ഇതിന്റെ പ്രത്യേകത ഞാൻ കാണിച്ചു തരാം. P B1 B2. അങ്ങനെയെങ്കിൽ P B2 B1 എങ്ങനെയായിരിക്കും ഉണ്ടാവുക? P B2 B1 എന്ന് പറയുമ്പോൾ മെട്രിക്സ് ആക്കിയിട്ട് B2ലെ P B1 B2 എന്ന് പറഞ്ഞാൽ B1ലെ മെമ്പറാണ് U1 with respect to B2. B1ലെ അടുത്ത മെമ്പറാണ് U2 with respect to B2. P B2 B1 എന്ന് പറയുമ്പോൾ ഇത് ചെയ്യേണ്ടത് B2ലെ മെമ്പറാണ് V1 with respect to B1. ഇവിടുത്തെ ഒരു എലമെന്റ് ഈ B1 താഴത്ത് V2 B2. ഇതാണ് P B2 B1. ഇത് എന്തിനു വേണ്ടിയിട്ടാണ് ഉപയോഗിക്കണമെന്ന് എപ്പോൾ കാണിക്കാം. ഇത് എന്തിനു വേണ്ടി കണ്ടെത്തി ചോദിച്ചാൽ ഇത് വെരി ഇമ്പോർട്ടന്റ് ആട്ടോ. ഇത് എന്തിനു വേണ്ടിയാണ് കണ്ടെത്തി ചോദിച്ചാൽ ഇവിടെ നോക്കൂ. ഇതൊന്നും കൂടി ഞാൻ കോപ്പി എടുക്കാൻ പോവാണേ. ഓക്കെ, നമ്മളിപ്പോ ചെയ്തത് R² രണ്ട് ബേസ് B1 B2 എടുത്തു. എന്നിട്ട് U1നെ ഇതിന്റെ ഫോർമാറ്റിൽ, U2നെ ഇതിന്റെ ഫോർമാറ്റിൽ. എത്രയാണ് ഇപ്പൊ നിലവിൽ പറഞ്ഞു വെച്ചത്. അതിനുശേഷം നമ്മൾ കണ്ടെത്തിയ എന്തായിരുന്നു? P B1 to B2 is equal to അതാ എന്താ ചോദിച്ചാൽ U1 with respect to B2 U2 with respect to B2 അതിനെ ഒരു മെട്രിക്സ് ആക്കി മാറ്റി. മെട്രിക്സ് കിട്ടിയത് നമുക്ക് ഇങ്ങനെയായിരുന്നു. That is equal to 2 5 minus 1 minus 3. 2 5 minus 1 minus 3. ശരിയല്ലേ? ഇതാണ് നമുക്ക് ലാസ്റ്റ് ആൻസർ കിട്ടിയത്. ഇനി ഇതിന്റെ അപ്ലിക്കേഷൻ എന്താ ചോദിച്ചാൽ ഇതിപ്പോ ഞാൻ ചെയ്തത് U1നെ ഇതിലെ ബേസിസ് എലമെന്റിനെ ഇതിലെ ബേസിസ് എലമെന്റിന്റെ ഫോർമാറ്റിലേക്ക് മാറ്റിയാലേ. ഇതിലുള്ള ഇഷ്ടമുള്ള ഒരു എലമെന്റ് പറയാം. നമുക്ക് ഇതിലുള്ള ഒരു എലമെന്റ് ആണ് R²ത്തെ ഒരു എലമെന്റ് എടുക്കാം. നമുക്ക് R²ലെ ഒരു എലമെന്റ് ആണ് 5,6 എന്ന് വിചാരിക്കും. 5,6 is an arbitrary element of R². ഈ 5,6നെ B1ലെ എലമെന്റ് വെച്ച് പറയണം. അഥവാ വിത്ത് റെസ്പെക്ട് ടു B1ഉം പറയണം, 5,6നെ വിത്ത് റെസ്പെക്ട് ടു B2 പറയണം. ഇത് രണ്ടും നമ്മളെ ജോബാണ്. അപ്പൊ ആദ്യം 5,6നെ വിത്ത് റെസ്പെക്ട് ടു B1 പറയാൻ പോവാണ്. ഈ 5,6 എവിടെ നിന്ന് കിട്ടി? അത് ആർബിട്രറി എലമെന്റ് ഞാൻ എടുത്തു. ഒരു വെറുതെ 5,6 എടുത്തു. ഇനി 5,6നെ വിത്ത് റെസ്പെക്ട് ടു B1 ആണ് എഴുതാൻ പോണത്. അപ്പൊ A ഇൻറ്റു B1ലെ ബേസ് എന്ന് പറഞ്ഞാൽ ആരൊക്കെയാ? 1 2 2 3 1 2 പ്ലസ് B ഇൻറ്റു 2 3 that is equal to 5,6 that is equal to A 2A 2B 3B that is equal to A plus 2B 2A plus 3B. Therefore, A plus 2B equal to 5, 2A plus 3B equal to 6.
ഒന്നാമത്തെ ഇക്വേഷൻ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ 2a plus 4b equal to 10, 2a plus 3b equal to 6. സബ്ട്രാക്ട് ചെയ്യുമ്പോൾ 4b minus 3b, b equal to 4. ആ b equal to 4 ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ a plus 2b equal to 5, a plus 8 is equal to 5, a is equal to minus 3. Therefore, a equal to minus 3, b equal to 4. Therefore, 5,6 equal to നമുക്ക് കിട്ടിയ ആൻസർ എന്തായിരുന്നു? മൈനസ് 3ഉം 4ഉം. ശരിയല്ലേ? ഇത് കുറച്ച് നീക്കി വെക്കാം, അല്ലെങ്കിൽ എന്താ അറിയോ, ആകെ സംശയം വരും. (5,6) with respect to b1 is equal to minus 3,4. ഇനി ഇതേ സംഭവം തന്നെ with respect to b2 കാണാൻ പോവാണ്. 5,6 with respect to b2. അപ്പോൾ 5,6 equal to a into 1,3 plus b into 1,4. കാരണം b2ലെ ബേസിസ് എന്ന് പറഞ്ഞാൽ 1,3ഉം 1,4ഉം ആണ്. That is equal to a, 3a plus b, 4b. Therefore, a plus b, 3a plus 4b. Therefore, a plus b equal to 5 and 3a plus 4b equal to 6. Okay. ഒന്നാമത്തെ ഇക്വേഷൻ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 3a plus 3b equal to 15. സെക്കൻഡ് ഇക്വേഷൻ 3a plus 4b equal to 6. അങ്ങനെയാണെങ്കിൽ അത് സബ്ട്രാക്ട് ചെയ്യുമ്പോൾ 3b minus 4b is equal to minus b, 15 minus 6 equal to 9. Therefore, b equal to minus 9. ആ b equal to minus 9 ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ a plus minus 9 equal to 5, a equal to 14. a equal to 14ഉം b equal to minus 9. ആയതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? a 14, b equal to minus 9. 14 minus 9. ശരിയല്ലേ? ഇനി ഇതുകൊണ്ടുള്ള അപ്ലിക്കേഷൻ എന്താ അറിയോ? ഇനിയാണ് ഇത്രയും കാര്യങ്ങൾ എല്ലാം കൂടി ചേർത്തൊന്ന് എഴുതാൻ പോവുകയാണ് കേട്ടോ. അതിനു വേണ്ടി ഞാൻ ഇതൊന്ന് സെലക്ട് ചെയ്യുന്നുണ്ടേ. അതിനെ താഴെ കൊണ്ടുപോയി വെക്കുന്നുണ്ട്. അതുപോലെ എനിക്ക് അടുത്ത ആവശ്യമുള്ള ആള് ഇതാ ഇയാളൊക്കെ ആവശ്യമുണ്ട്. ഇയാളെ താഴെ കൊണ്ടുപോയി വെക്കുന്നുണ്ട്. പിന്നൊക്കെ ആവശ്യമുള്ള ആള് ഇയാൾ എനിക്ക് വേണം. അതുപോലെ ഇയാൾ എനിക്ക് വേണം. ഓക്കെ. ഇനി നമ്മൾ ഇവിടെ ഉദ്ദേശിക്കുന്ന കാര്യം എന്താ ചോദിച്ചാൽ ആർ സ്ക്വയറിന്റെ ഇനിയാണ് ഇതിന്റെ ഫൈനൽ കൺക്ലൂഷൻ പറയാൻ പോകുന്നത്. ഇതുവരെ ചെയ്ത കാര്യങ്ങളൊക്കെ ആർ സ്ക്വയറിന്റെ രണ്ട് ബേസിസ് ആയിരുന്നു b1ഉം b2. ഓക്കെ. എന്നിട്ട് b1നെ വിത്ത് റെസ്പെക്ട് ടു b2 ഓരോന്നും കണ്ടു. നമ്മൾ u1 വിത്ത് റെസ്പെക്ട് ടു b2 കണ്ടു, അത് 2,-1 ആയിരുന്നു. u2 വിത്ത് റെസ്പെക്ട് ടു b2 കണ്ടു, അത് 5,-3 ആയിരുന്നു. അതിനെ ഞാൻ ഇങ്ങനെ എഴുതുമ്പോൾ 2-1, 5,-3. അതിനെ വിളിക്കുന്ന പേരാണ് b1, വിളിക്കുന്ന പേരാണ് b1 b2. b1 b2 എന്ന് പറഞ്ഞാൽ അതിനെ വിളിക്കുന്ന പേരാണ് ട്രാൻസിഷൻ മെട്രിക്സ്. വിളിക്കുന്ന പേരാണ് ട്രാൻസിഷൻ മെട്രിക്സ്. അഥവാ ഇതാണ് ഈ ട്രാൻസിഷൻ മെട്രിക്സ്.
ഈ ട്രാൻസിഷൻ മെട്രിക്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇനി മുതൽ B1 ബേസ് 1ൽ നിന്നും ബേസ് 2ലേക്ക് മാറ്റുമ്പോൾ നിങ്ങൾ കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല. ഈ ഒരു മെട്രിക്സ് നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ, കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്, അവിടെ നിൽക്കട്ടെ, കിട്ടുകയാണെങ്കിൽ ഈ മെട്രിക്സ് കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്താൽ മതി. നോക്കൂ, ഇതിന്റെ കണ്ടീഷൻ എന്താ ചോദിച്ചാൽ ഇത് ആരാണ്? PB1 B2. PB1 B2 ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം, B1ലെ എലമെന്റ് വിത്ത് റെസ്പെക്ട് ടു B2. ഒന്നാമത്തെ എലമെന്റ് ഇവിടെ എഴുതുക, താഴത്ത് B2 എഴുതുക. അങ്ങനെയാണ് കേട്ടോ. ഒന്നാമത്തെ എലമെന്റ് U2, താഴത്ത് B2. അങ്ങനെയാണ് B1ൽ നിന്നും B2ലേക്ക് മാറ്റേണ്ടത്. 2 5 -1 -3. ഇതിനെ വിളിക്കുന്ന പേരാണ് ട്രാൻസിഷൻ മെട്രിക്സ്. ഇനി ഇതിന്റെ അപ്ലിക്കേഷൻ എന്താ ചോദിച്ചാൽ ഈ ഒരു 5 6 ഞാൻ വെറുതെ എടുത്തൊരു എലമെന്റ്. 5 6 ഇങ്ങനെ ചെയ്യുമ്പോൾ -3, 4 കിട്ടി. ഇനി B2ൽ ചെയ്യുമ്പോൾ 14, -9 കിട്ടി. ഇനിയിപ്പോ ഒരാള് 5, 6നെ B1ൽ ചെയ്തു, വിത്ത് റെസ്പെക്ട് ടു B1 ചെയ്തപ്പോൾ -3, 4 കിട്ടി എന്ന് വിചാരിക്ക്. അങ്ങനെയാണെങ്കിൽ ഇത് ചെയ്യാൻ നിൽക്കേണ്ട ആവശ്യമില്ല. എങ്ങനെ ചെയ്താൽ മതി അറിയോ? B1ൽ നിന്നും B2ലേക്ക് ചേഞ്ച് ചെയ്യാൻ പോവാണ്. ആ B1ൽ ആ എലമെന്റ് 5, 6നെ B1 എന്ന് പറഞ്ഞാൽ -3, 4 അല്ലേ? നമ്മൾ ഇവിടെ കണ്ടുപിടിച്ചു B1 5, 6ന് വിത്ത് റെസ്പെക്ട് ടു B1 -3, 4 ആണ്. അത് നമുക്കറിയാം. ആ -3, 4 ഏത് എലമെന്റിന്റെയാണ്? 5, 6നെ പറ്റിയാണ് പറയാൻ പോകുന്നത്. 5, 6നെ B1ൽ നിന്നും B2ലേക്ക് മാറ്റിയാണ്. ആ B1ൽ അത് -3, 4 ആണ്. അതിനെ ഈ മെട്രിക്സിനെ ഞാൻ നമ്മളെ ഈ ട്രാൻസിഷൻ മെട്രിക്സിൽ അത് മുമ്പിൽ ഇട്ട് കൊടുക്കും. 2 5 -1 -3 വെച്ച് കൊടുക്കും. അത് വെച്ച് കൊടുക്കുമ്പോൾ എന്താണ് കിട്ടുക അറിയോ? B2. അത് ചെയ്യുമ്പോൾ 2 × -3 -6 5 × 20 3 -12 equal to 14 -9. വാട്ട് എ മാജിക്. നോക്കൂ, ഇത് കിട്ടി. അപ്പോ ഏതെങ്കിലും ഒരു ബേസ് കിട്ടിയാൽ, ബേസ് 1ലെ അത് കിട്ടിയാൽ ബേസ് 2 കാണാൻ നിങ്ങൾ ഏത് മെത്തേഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല. ഇങ്ങനെ ചെയ്താൽ മതി. ആ മെട്രിക്സ് കിട്ടുകയാണെങ്കിൽ, കിട്ടാൻ കുറച്ച് പാടാണ്, കിട്ടുകയാണെങ്കിൽ എന്ത് ചെയ്താൽ മതി? ആ മെട്രിക്സ് കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്താൽ മതി എന്നാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, ഇതിലെ 5, 6 എവിടെ നിന്ന് കിട്ടി? ഈ 5, 6 നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി ഒരു എക്സാമ്പിൾ വെറുതെ എടുത്താണ് 5, 6. ആ 5, 6 എന്നുള്ള ഒരു എലമെന്റ് B1ൽ -3, 4 ആണെങ്കിൽ അത് B2ലേക്ക് മാറ്റാൻ നിങ്ങൾ ആ ട്രാൻസിഷൻ മെട്രിക്സ് മുമ്പിൽ മൾട്ടിപ്പിൾ ചെയ്താൽ മതി എന്നർത്ഥം. ഓക്കെ, ഇതാരാണ്? B1 B2 ആണ് അല്ലെ? ഇതെന്ന് പറഞ്ഞാൽ ആരാ? ഒരു വെക്റ്റർ നമുക്ക് V എന്ന് വിളിക്കാം. വിനെ വിത്ത് റെസ്പെക്ട് ടു B1 ചെയ്തതാണ്. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് എന്താ ആൻസർ കിട്ടി? വിനെ വിത്ത് റെസ്പെക്ട് ടു B2ൽ ചെയ്ത ആൻസർ കിട്ടി. ഈ V എന്നുള്ള ആളെ വിത്ത് റെസ്പെക്ട് ടു B1 ആണ് -3, 4. കണ്ടോ? വിന്റെ വിത്ത് റെസ്പെക്ട് ടു B1 ആണ് -3, 4. ഇതെന്ന് പറഞ്ഞാൽ ആരാ? എഴുതി വെച്ചിട്ടുണ്ട്. PB1 B2 ആണ്. കണ്ടോ? PB1 B2 ആണ് ഇത്. അഥവാ B1 B2 B1 എന്ന് പറഞ്ഞാൽ ഇതൊരു മെട്രിക്സ്. ഇത് ഇങ്ങനെ മെട്രിക്സ് ചെയ്താൽ B2 നമുക്ക് ആൻസർ ആയിട്ട് കിട്ടും. വെരി 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 ഇമ്പോർട്ടൻറ്റ്. ഇപ്പൊ ചെയ്ത കാര്യങ്ങൾ ഒന്നും കൂടി കാണിക്കാം. R² 2 ബേസ് എടുത്തു. U1 വിത്ത് റെസ്പെക്ട് ടു B2 ചെയ്തു, ഉത്തരം കിട്ടി. U2 വിത്ത് റെസ്പെക്ട് ടു B2 ചെയ്തു. അപ്പോൾ നമുക്കൊരു മെട്രിക്സ് കിട്ടി. ആ മെട്രിക്സിനെ വിളിക്കുന്ന പേരാണ് ട്രാൻസിഷൻ മെട്രിക്സ്. അതിനെ വിളിക്കുന്ന പേര് B1 B2. B1 implies B2. അത് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം, B1ലെ ഒരു എലമെന്റ് വിത്ത് റെസ്പെക്ട് ടു B2, U2 B2. അങ്ങനെയാണ് ചെയ്യേണ്ടത്. അതിന്റെ പ്രത്യേകത എന്താ ചോദിച്ചാൽ, ഇപ്പോൾ കോമൺ ആയിട്ട് ഒരു എലമെന്റ് എടുത്തു 5, 6. 5, 6 എടുത്താൽ വിത്ത് റെസ്പെക്ട് ടു B1 ചെയ്ത് കഴിഞ്ഞാൽ B2ലേക്ക് മാറ്റാൻ പിന്നെ ചെയ്യേണ്ട ആവശ്യമില്ല. ആ മെട്രിക്സ് കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്താൽ മതി എന്നാണ് ഇവിടെ കാണിക്കുന്നത്. കണ്ടോ? B1 B2 മാറ്റാൻ ആ മെട്രിക്സ് കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്താൽ മതി. അഥവാ B1 B2 B1 ഈക്വൽ ടു B2. ഓക്കെ, അപ്പൊ ശ്രദ്ധിക്കണം, ഒന്നില്ലെങ്കിൽ നിങ്ങൾ ഈ കോർഡിനേറ്റ് കാണാന് ഓരോന്നും ചെയ്യുക. അപ്പൊ ഇവിടെ U1 ചെയ്തു, അതേപോലെ U2 ചെയ്തു, അങ്ങനെ ചെയ്യുക. അല്ലെങ്കിൽ കോമൺ ഇക്വേഷൻ ഉണ്ടാക്കുക, ഇക്വേഷൻ വെച്ച് ചെയ്യുക. ഇങ്ങനെ ചെയ്യലാവും ഒന്നും കൂടി ബെസ്റ്റ് തോന്നുന്നുണ്ട്. എന്നാൽ കൺഫ്യൂഷൻ ഇല്ലാതെ ചെയ്യുക. എങ്ങനെ? എക്സും വൈ ഒന്നും എടുക്കാതെ ഇതേപോലെ ചെയ്യുമ്പോഴാണ് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് നമുക്ക് ആൻസർ കിട്ടുക. ഇനി ഞാൻ ചെയ്യാൻ പോകണം എന്താ അറിയോ? അപ്പൊ നമ്മളെ ഒന്നുകൂടി എടുത്ത് എഴുതി വെക്കാൻ പോവാണേ.
ഇതൊന്നും കൂടി എടുത്ത് എഴുതി വെക്കുന്നുണ്ടേ. Now വീണ്ടും അതന്നെ ആർ സ്ക്വയർ b1 b2. ഇനി ഞാൻ ചെയ്യാൻ പോണത് എന്താ അറിയോ? ഇനി സ്വന്തമായിട്ട് നിങ്ങൾക്ക് തന്നെ മനസ്സിലാവാനേ ഉള്ളൂ. p b2 b1 ചെയ്യാൻ പോവാണ്. p b2 b1. അത് ചെയ്യണമെങ്കിൽ നമുക്കറിയാം b2ലെ ഒരു എലമെന്റ് v1 with respect to b1 v2 with respect to b2. ഇതാണ് ചെയ്യേണ്ടത്. ശരിയല്ലേ? നമുക്ക് v1 with respect to b1 ചെയ്യാം. ആരാണ് v1? 1,3 is equal to a into 1,2 plus b into 2,3. ഇങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ആൻസർ എന്താ അറിയോ? a is equal to അതേപോലെ b is equal to. നമുക്ക് ആൻസർ കിട്ടുക a is equal to 3യും b equal to -1 കിട്ടും. അവിടെ 3 -1. അതുപോലെ v2 with respect to b2 ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ കിട്ടുക, ഇതൊക്കെ മായ്ച്ചു കളയുന്നുണ്ട്. v2 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 1,4 ആണ്. 1,4 a into 1,2 plus b into 2,3. ഇത് വേണ്ടത് പഴയതാട്ടോ. ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ a is equal to b is equal to. a equal to 5 കിട്ടും, b is equal to -2 കിട്ടും. നിങ്ങൾ ചെയ്തു പോയിക്കോളൂ. ആയതുകൊണ്ട് ഇവിടെ ആൻസർ 5, -2. Therefore p b2 b1 എന്നാൽ that is equal to 3 - 1. ഇതെന്ന് പറഞ്ഞാൽ 5 -2. ശരിയല്ലേ? ശരിയല്ലേ? ഓക്കെ. അങ്ങനെയെങ്കിൽ ഒരു കോമൺ എലമെന്റ് ഞാൻ എടുക്കാൻ പോവാണ്. വെറുതെ ഒരു 3 6 എടുത്തു. വെറുതെ 3 6. 3 6 ഇപ്പൊ ഇത് എവിടുന്ന് എടുക്കാം? b2വിൽ നിന്ന് b1ലേക്കാണല്ലോ. ആ 3 6 വിത്ത് റെസ്പെക്ട് ടു b1 എന്താ, 3 6 വിത്ത് റെസ്പെക്ട് ടു b2 എന്താന്ന് കാണാൻ പോവാണ്. 3 6 വിത്ത് റെസ്പെക്ട് ടു b1 കാണുമ്പോൾ 3 6 ഈക്വൽ ടു b1 എന്ന് പറഞ്ഞാൽ a into 1,2 plus b into 2,3. ഇവിടെ ചെയ്യുമ്പോൾ നമുക്ക് a കിട്ടുക, അതേപോലെ b കിട്ടുക. a ഈക്വൽ ടു 3, a ഈക്വൽ ടു 3, b ഈക്വൽ ടു 0 എന്ന് കിട്ടും. 3 0. ഓക്കെ. അങ്ങനെയെങ്കിൽ ഇത് മായ്ക്കണേ. 3 6 വിത്ത് റെസ്പെക്ട് ടു b2. b2 എന്ന് പറയുമ്പോൾ a into 1,3 b into 1,4. ശരിയല്ലേ? ഇത് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന a is equal to b is equal to a ഈക്വൽ ടു 6 കിട്ടും, b is equal to -3 കിട്ടും. 6 -3. ശരിയല്ലേ? നമ്മളിപ്പോ അവസാനം കണ്ടുപിടിച്ച എന്താ? കണ്ടുപിടിച്ചത് p b2 b1. b2വിൽ നിന്ന് b1ലേക്ക് മാറ്റാൻ ഇതാണ് മെട്രിക്സ്. അങ്ങനെയെങ്കിൽ b2 ഒരാൾ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ b1ലേക്ക് മാറ്റാൻ ഈ മെട്രിക്സ് ഒന്ന് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അഥവാ 3 6 വിത്ത് റെസ്പെക്ട് ടു b1 കാണാൻ 3 6 കണ്ടോ, b2വിൽ നിന്ന് b1ലേക്കാണ് മാറ്റേണ്ടത്. b2വിൽ നിന്ന് b1ലേക്ക് മാറ്റാം. b1 3 6 വിത്ത് റെസ്പെക്ട് ടു b1 കാണാൻ p b2 to b1, b2വിൽ നിന്ന് b1ലേക്ക് മാറ്റിയ ആ മെട്രിക്സ് ഇൻറ്റു 3 6ന്റെ വിത്ത് റെസ്പെക്ട് ടു b2. ആ b2 ഉള്ള കണ്ടുപിടിക്കുക, അതിനെ ഈ മെട്രിക്സ് ഒന്ന് മൾട്ടിപ്ലൈ ചെയ്യുക. ദാറ്റ് ഇസ് ഈക്വൽ ടു, ആ മെട്രിക്സ് എന്തായിരുന്നു? മെട്രിക്സ് ഈക്വൽ ടു 3 5 -1 -2. 3 5 -1 -2 ഇൻറ്റു 3 6ന്റെ വിത്ത് റെസ്പെക്ട് ടു b2 ഇവിടെ കിട്ടിയിട്ടുണ്ട് 6 -3 ഈക്വൽ ടു 3 into 6 18, 5 into -3 -15, -1 into 6 -6, 2 into 3 equal 6 ഈക്വൽ ടു ഇവിടെ ആൻസർ കിട്ടിയത് 18 - 15 3,0. ശരിയല്ലേ? ഇതാ 3,0. വാട്ട് എ മാജിക്. ഇനി ഇവിടെ കാണിക്കേണ്ട വേറെ കാര്യം എന്താ ചോദിച്ചാൽ, നിങ്ങൾക്ക് p b1 b2 കിട്ടിയില്ലേ?
പി B1 B2 നമുക്ക് ഇവിടെ ആൻസർ കിട്ടിയിട്ടുണ്ട്. പി B1 B2 എന്ന് പറഞ്ഞാൽ 2 5 -1 -3 ആണ്. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ഇൻവേഴ്സ് ആരാ? നമുക്ക് അത് മാത്രം ഒന്ന് എഴുതി വെക്കാം കേട്ടോ. താഴെ ഇവിടെ എവിടെയെങ്കിലും ഉണ്ടാവും വൃത്തിയിൽ എഴുതിയത്. ഓക്കെ, നമുക്ക് ഇതാണ് കോപ്പി എടുക്കാം. അതുപോലെ നമുക്ക് ഇപ്പൊ ഇവിടെ കിട്ടി പി B1 B2, ഇതും കോപ്പി എടുക്കാം. നോക്കൂ, ഇനി എന്താണ് ഈ പി B1 to B2 ന്റെ ഇൻവേഴ്സ് ഉണ്ടാവുക? ഇൻവേഴ്സ് കിട്ടാൻ നമുക്കറിയാം 1 by determinant A into adjoint A ആണ്. That is 1 by determinant A എന്ന് പറയുന്നത് 2 into -3 -6 -1 to 5 -5 into adjoint എന്ന് പറഞ്ഞാൽ ഈ രണ്ട് എലമെന്റും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചിടുക. -3 2 ഈ പൊസിഷനിലും ഈ പൊസിഷനിലും വരുന്ന ആൾക്കാർക്ക് നെഗറ്റീവ് കൊടുക്കുക, അഥവാ ഓപ്പോസിഷൻ എടുക്കുക. ഇവിടെ -5ഉം ഇവിടെ 1ഉം വെക്കുക. That is equal to 1 by -1 -3 -5 1 2. ഓക്കെ, ഇനി -1 മൊത്തം മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ കിട്ടുക 3 5 -1 2. നോക്കൂ, ഇതിന്റെ ഇൻവേഴ്സ് ആണ് ഇത്, അതാണ് ഇത്. ആ പി B1 to B2 ഇതാണെങ്കിൽ പി B2 to B1 കാണാൻ നിങ്ങൾ ഇതേപോലെ ഒന്നും ഇടങ്ങേറായി ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ പി B2 to B1 കാണാതെ എങ്ങനെ ചെയ്തില്ലേ, അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല. എന്ത് കണ്ടാൽ മതി, പി B1 to B2 ന്റെ ഇൻവേഴ്സ്, മെട്രിക്സിന്റെ ഇൻവേഴ്സ് കണ്ടാൽ തന്നെ പി B2 to B1 നമുക്ക് കിട്ടുന്നതാണ്. മനസ്സിലായല്ലോ? ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട വേറെ കാര്യം, ഇപ്പൊ നമ്മൾ വളരെ ബുദ്ധിമുട്ടിയിട്ടാണ് ഇപ്പോ പി B1 to B2 കണ്ടത്. വളരെ ബുദ്ധിമുട്ടിയിട്ടുണ്ട്, ശരിയല്ലേ? ഇനി വേറൊരു മെത്തേഡും കൂടി ഞാൻ കാണിക്കാം. B1 to B2 കാണാനുള്ള വേറൊരു മെത്തേഡും കൂടി കാണിക്കാം. അപ്പോ അതിനു വേണ്ടി നമുക്ക് ഇതാണ് കോപ്പി എടുക്കാം. ഓക്കെ, ഇനി ഞാൻ പി B1 to B2 കാണാൻ പോവാണ്. പി B1 to B2. അപ്പോ ഇങ്ങനെ കാണുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് B1ൽ നിന്നും B2ലേക്കാണ് മാറ്റേണ്ടത്. ഇത് വേറെ മെത്തേഡാണ്. ഈ മെത്തേഡ് ചെയ്യുമ്പോൾ ആദ്യം B2 എഴുതി വെക്കുക. ആരാണ് B2? B2 ഇങ്ങനെ ഒന്നും ചെയ്യണ്ട, കോർഡിനേറ്റ് ഒന്നും കാണണ്ട, ആ തന്ന B2 എഴുതി വെക്കുക. 1 3 1 4 1 3 താഴെ കേട്ടോ, 1 3 1 4. അതിനുശേഷം ആദ്യം B2 എഴുതി, ഇനി B1 എഴുതി വെക്കുക. B1 ആരാ? 1 2 2 3. ശരിയല്ലേ? ഇനി നമ്മൾ റോ റെഡ്യൂസ്ഡ് എക്കലോൺ ഫോം ഉണ്ടായിരുന്നു. നമ്മൾ ഗോസ് ജോർദാൻ എലിമിനേഷൻ മെത്തേഡിലൊക്കെ ചെയ്യുമ്പോൾ ഒരു റോ റെഡ്യൂസ്ഡ് റോ എക്കലോൺ ഫോം ഉണ്ടായിരുന്നു. ആ റെഡ്യൂസ്ഡ് റോ എക്കലോൺ ഫോമിൽ ഫസ്റ്റ് ലീഡിംഗ് കോഎഫിഷ്യന്റ് 1 ആക്കണം. അപ്പോ R1 ഇവിടെ 1 തന്നെയാണ്, അല്ലെങ്കിൽ R1 ഇംപ്ലൈസ് R1 by K എന്നുള്ള റിസൾട്ട് വെച്ച് അത് 1 ആക്കണം. അത് നിലവിൽ 1 തന്നെയാണ്. ഇവിടെ നമുക്ക് എഴുതി വെക്കുന്നല്ലോ കേട്ടോ. R1 ഇംപ്ലൈസ്, ഈ സ്റ്റെപ്പിൽ വലിയ കാര്യം വ്യത്യാസം ഉണ്ടാവില്ല, ഇത് തന്നെ ആയിട്ട് മാറും. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് അതിന്റെ താഴെയുള്ള ആൾക്കാരൊക്കെ 0 ആക്കണം. ഈ 3നെ 0 ആക്കണം. അപ്പൊ R2 ഇംപ്ലൈസ് R2 minus 3R1. അത് ചെയ്യുമ്പോൾ 1 1 1 2 0 4 minus 3 into 1 എന്ന് പറയുമ്പോൾ 1 2 minus 3 into 1 എന്ന് പറയുമ്പോൾ -1 3 minus 2 into 6 -3. അതിനുശേഷം ഇയാളെ 1 ആക്കണം. ഇയാൾ ഓൾറെഡി 1 തന്നെയാണ്. 1 അല്ലെങ്കിൽ നമുക്ക് ഈ സ്റ്റെപ്പ് അപ്ലൈ ചെയ്യേണ്ടി വരും. R2 implies R2 by K. വെറുതെ അപ്ലൈ ചെയ്യാം. 1 ചെയ്യുമ്പോൾ 1 1 ഈ സ്റ്റെപ്പിന് യാതൊരു പ്രയോജനമില്ല, കാരണം ഇവിടെ ഓൾറെഡി 1 തന്നെയാണ്. ആ സ്റ്റെപ്പ് എഴുതിയിട്ടില്ലെങ്കിൽ കുഴപ്പമില്ല, എഴുതിയിട്ടില്ലെങ്കിൽ കുഴപ്പമില്ല എന്നല്ല, എഴുതാൻ പാടില്ല ശരിക്കും. 0 1 -1 -3. ഇനി അതിന് മുകളിലുള്ള ഈ 1 എവിടെയാണോ ആക്കിയത്, അവസാനം 1 ആക്കിയത്,
തൊട്ട് മുകളിലുള്ള ആൾക്കാരൊക്കെ താഴെയുള്ള ആൾക്കാരൊക്കെ 0 ആക്കണം. ഇവിടെ താഴെയുള്ള ആൾക്കാരില്ല, ഈ 1നെ 0 ആക്കണം. ആ 1 0 എന്ന് പറഞ്ഞ അർത്ഥം R1 implies R1 minus R2. Okay, that is equal to 0 1 minus 1 minus 3. R1 minus R2. 1 minus 0 1. 1 minus 1 0. 1 minus minus 1 2. 2 minus minus 3 5. Okay. അങ്ങനെയാണെങ്കിൽ നമ്മൾ ആരെ കാണാൻ പോകുന്നത്? P B1 B2. P B1 to B2. അങ്ങനെ വന്നാൽ ആദ്യം B2 എഴുതി വെക്കുക. ഇത് B2ന്റെ ആണ്. പിന്നെയാണ് B1 എഴുതി വെക്കേണ്ടത്. അങ്ങനെ എഴുതി വെച്ചിട്ട് റോ റെഡ്യൂസ്ഡ് എക്കലോൺ ഫോം ചെയ്താൽ അവസാനം കിട്ടുന്ന ഇതൊരു ഐഡന്റിറ്റി മെട്രിക്സ് ആയിരിക്കും. ഇത് ഇയാൾ കണ്ടോ, ഇയാളായിരിക്കും P B1 to B2. 2 5 minus 1 minus 3. നോക്കൂ ശരിയല്ലേന്ന്? P B1 to B2 എന്ന് പറഞ്ഞാൽ 2 5 minus 1 minus 3 എന്ന് വളരെ സിമ്പിൾ. വെരി 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 സിമ്പിൾ. അപ്പൊ നിങ്ങൾ ഈ മെത്തേഡിലാണ് നിങ്ങൾ പ്രോബ്ലം ചെയ്യേണ്ടത്. റിമെമ്പർ, നിങ്ങൾ പഴയ മെത്തേഡ് ചെയ്യരുത്, ഈ മെത്തേഡിൽ വേണം പ്രോബ്ലം ചെയ്യാൻ. ഒന്ന് ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം എന്തൊക്കെ ചെയ്യേണ്ടത്. നമുക്ക് P B1 to B2 കാണാൻ നിങ്ങൾ ചെയ്യേണ്ടത് ആദ്യം നമ്മൾ B2 എഴുതി വെക്കും, അതിനുശേഷം B1 എഴുതി വെക്കും, ഇത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് സ്റ്റെപ്പ് ആക്കിയത്. ക്രിയേറ്റ് ദ മെട്രിക്സ്. ആദ്യം B2 എഴുതണം. B2 B1. ഇനി ചെയ്യേണ്ടത് എന്താ? യൂസ് എലമെന്ററി ഓപ്പറേഷൻ. യൂസ് എലമെന്ററി റോ ഓപ്പറേഷൻ ടു റെഡ്യൂസ് into reduced row echelon form. Okay. മൂന്നാമത്തെ, the resulting matrix will be I P B1 B2 ആയിരിക്കും. ശരിയല്ലേ? ഇത് I യും P B1 B2 ആയിരിക്കും. അതിന്ന് ഈ ആൾക്കാർ സെലക്ട് ചെയ്യാം. നാലാമത്തെ സ്റ്റെപ്പ്, എക്സ്ട്രാക്ട് P B1 B2. ഇയാളെ മാത്രം തിരഞ്ഞെടുക്കരുത്. ഇത് നമ്മൾ ചെയ്തത് തന്നെ. നമ്മൾ ചെയ്തത് എന്താ? P B1 B2 കാണണം. അതിന് വേണ്ടിയിട്ട് ഇത് ഈക്വൽ ടു അല്ല കേട്ടോ. നമുക്ക് P B1 B2 കാണണം. അതിന് വേണ്ടി ഫസ്റ്റ് സ്റ്റെപ്പ് ഇത് ചെയ്തു, റോ റെഡ്യൂസ് ചെയ്തു ഇങ്ങനെ വന്ന് ഈ ഫോർമാറ്റിലേക്ക് എത്തി. അപ്പൊ ഇതും ആയിരിക്കും. Therefore P B1 B2 is equal to 2 5 minus 1 minus 3. ഓക്കെ, ഇതാണ് ഏറ്റവും ഈസിയസ്റ്റ് സ്റ്റെപ്പ്. അപ്പൊ ഈ മെത്തേഡിൽ വേണം നിങ്ങൾ പ്രോബ്ലം ചെയ്യാൻ. അങ്ങനെയാണെങ്കിൽ P B2 to B1 ചെയ്യുമ്പോൾ എങ്ങനെയാവും ചെയ്യേണ്ടി വരിക? P B2 to B1 ഇത് ചെയ്യുമ്പോൾ ആദ്യം B1 എഴുതണം. അഥവാ ഇങ്ങനെ ഇതാണ് സ്റ്റെപ്പ്. ന്യൂ ബേസിസ് ഓൾഡ് ബേസിസ്. ഇത് B1 ആണ് ഇവിടെ ന്യൂ ബേസിസ്, B2 ഇവിടെ ഓൾഡ് ബേസിസ് ആണ്. B1 B2 രണ്ടാമത്തെ ബൈ ഒന്നാമത്തെ. മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഇനി നമുക്ക് പഴയ മെത്തേഡിൽ തന്നെ ഒരു ചെറിയൊരു കാര്യം റിസൾട്ട് പ്രൂവ് ചെയ്യാനുണ്ട്. ആ റിസൾട്ട് നമുക്ക് ആദ്യം അതിന്റെ ആ എക്സ്പ്ലനേഷൻ തരാം. റിസൾട്ട് നമുക്ക് സ്വന്തം ഉണ്ടാക്കാം. ഇപ്പൊ R² എന്നുള്ള ഒരു ബേസിസ്, R2 ബേസിസ് ആണ് 1 2 2 5. ഓക്കെ, ഇത് B ആയിട്ട് എടുത്തു. അങ്ങനെയെങ്കിൽ വീണ്ടും B തന്നെ എടുക്കാൻ പോകും. ഇതേ B 1 2 2 5. ഇത് B1 വിളിക്കാം, ഇത് B2 വിളിക്കാം. രണ്ടും B ആണ്. അങ്ങനെയെങ്കിൽ P B to B, അഥവാ നമുക്ക് ഇത് B1 to B2 അത് കൊടുക്കാം. അഥവാ ഇത് B1 ആണേ, അത് മനസ്സിലാവാൻ വേണ്ടി രണ്ടും B തന്നെ കേട്ടോ. നമുക്ക് ഇതിനെ B1 എന്ന് വിളിക്കാം, ഇതിനെ B2 വിളിക്കാം. രണ്ടും B ആണേ. ഓക്കെ, P B1 B2 ഇതെന്ന് പറഞ്ഞാൽ B2 ലെ ഒരു എലമെന്റ് ആണ് 1 2. ഇത്
with respect to B1 ലെ ഒരു എലമെന്റ് ആണ് 1, 2. 1, 2 with respect to B2, 2, 5 with respect to B2. ശരിയല്ലേ? അപ്പോൾ ഓരോന്നും നമുക്ക് കാണണം. 1, 2 with respect to B2 കാണാൻ പോവാണ്. 1, 2 equal to B2 ലെ ആൾക്കാർ ആരൊക്കെയാ? 1, 2, 2, 5. A into 1, 2, B into 2, 5. ഇതിങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുക A equal to 1ഉം B equal to 0 ആയിരിക്കും. ആൻസർ കിട്ടി 1, 0. അതുപോലെ 2, 5 with respect to B2 നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആൻസർ കിട്ടുക 0, 1 ആയിരിക്കും. ഓക്കെ, 0, 1 ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ B1, B2 എന്തായിരിക്കും വരിക? B1 into B2 is equal to 1, 0, 0, 1. That is the identity matrix. Okay. അഥവാ B to B എന്ന് പറഞ്ഞാൽ അതൊരു ഐഡന്റിറ്റി മെട്രിക്സ് ആയിരിക്കും. B to B is a identity matrix. Next one, theorem. ഈ തിയറം പറയുന്നത് B is a vector space. B1 and B2 are two bases. B1 and B2 are two bases. Then the transition matrix B1 to B2 അല്ലെങ്കിൽ B2 to B1 is invertible matrix. B1 to B2 is an invertible matrix. നോക്കാം, പ്രൂഫ് നോക്കാം. അപ്പോ എന്താണ് B1 to B2 ഇതൊരു മെട്രിക്സ് ആട്ടോ, ഇൻറ്റു B2 to B1 ഇൻറ്റു V with respect to B2. That is equal to ഇതൊരു മെട്രിക്സ് ആണ്, ഇത് A എന്നുള്ള മെട്രിക്സ്, ഇത് B എന്നുള്ള ഒരു മെട്രിക്സ് അങ്ങനെ വിചാരിച്ചു വെച്ചാൽ. ഓക്കെ, B1 to B2, B2 to B1, B2 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇവിടെ കോമ്പോസിഷൻ റിസൾട്ട് അപ്ലൈ ചെയ്യുമ്പോൾ that is B1 to B2 into B2 to B1 into B2. That is B1 to B2. നമുക്കറിയാം B2 to B1 ഇതെന്ന് പറഞ്ഞാൽ B2 ൽ നിന്നും B1 ലേക്കുള്ള ചേഞ്ച് ആക്കുന്ന മെട്രിക്സ് ആണ്. അപ്പൊ അതെന്ന് പറയുമ്പോൾ B2 ഉള്ളത് എന്തായിട്ട് മാറും? B1 ആയിട്ട് മാറും. ശരിയല്ലേ? That is equal to B1 to B2 B1 എന്ന് പറഞ്ഞാൽ B1 ൽ നിന്നും B2 ലേക്ക് മാറ്റുന്നതാണ് ഈ ട്രാൻസിഷൻ മെട്രിക്സ്. ആ B1 ആയിട്ടുള്ള ഈ വിനെ നമുക്ക് ഇതിലേക്ക് മാറ്റും, B2 ലേക്ക് മാറ്റും. അങ്ങനെയാണെങ്കിൽ നോക്കൂ, നമുക്കറിയാം f of x equal to x ആണെങ്കിൽ f എന്ന് പറഞ്ഞാൽ ഐഡന്റിറ്റി ഫംഗ്ഷൻ അല്ലേ? f of x equal to x ആണ് ഫോർ ഓൾ x എങ്കിൽ f ആരാ? ഒരു ഐഡന്റിറ്റി ഫംഗ്ഷൻ അല്ലേ? നോക്കൂ, ഇത് മൊത്തം ഒരു ഫംഗ്ഷൻ, ഇത് ഇൻറ്റു x is equal to f of x equal to x. അങ്ങനെയാണെങ്കിൽ therefore B1 to B2 into B2 to B1 എന്ന് പറഞ്ഞാൽ ഐഡന്റിറ്റി അല്ലേ? ഓക്കെ, അങ്ങനെ ഐഡന്റിറ്റി ആണെങ്കിൽ നമുക്കറിയാം എപ്പോഴാ A എന്നുള്ള മെട്രിക്സിന് ഇൻവേഴ്സ് ഉണ്ടെന്ന് പറയാം, AB is equal to I ആവുമ്പോഴല്ലേ ആ ബിക്ക് നമുക്ക് A ഇൻവേഴ്സ് വിളിക്കാൻ പറ്റുക. therefore ഇതിന്റെ ഇൻവേഴ്സ് ആണ് ഇത്. അത് നമ്മൾ ആദ്യം പ്രൂവ് ചെയ്തിട്ടുണ്ട്. B1 B2 ന്റെ ഇൻവേഴ്സ് ആണ് ആര്? B2 B1. അത് എവിടെ എഴുതി വെച്ചിട്ടുണ്ടെന്ന് അറിയോ? ഇവിടെ നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട്, ഈ ഒരു ഭാഗത്ത് നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ അങ്ങനെ
പി B1 B2 ഒരു ഇൻവേർട്ടിബിൾ മെട്രിക്സ് ആണ് പ്രൂവ് ചെയ്തത്. കാരണം ഇങ്ങനെ എ ബി സി ഈക്വൽ ടു ഐ ആകുമ്പോഴാണ് എനെ നമ്മൾ ഇൻവേർട്ടിബിൾ മെട്രിക്സ് എന്ന് വിളിക്കാറ്. നിങ്ങൾക്ക് ഒരു വർക്ക് തരാം. വർക്ക് ഇതാണ്. വി എന്നാൽ സെറ്റ് ഓഫ് ഓൾ പോളിനോമിയൽ ഓഫ് ഡിഗ്രി ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 അഥവാ ലീനിയർ. ഓക്കെ, അത് രണ്ട് ബേസിസ് B1 ഉം B2. B1 എന്നാൽ അതിലുള്ള ആൾക്കാര് ഒന്ന് 6 + 3x, ഒരാള് 10 + 2x. B2യിലുള്ള ആൾക്കാർ എന്ന് പറഞ്ഞാൽ 2 and 3 + 2x. നിങ്ങൾ P B1 B2 കാണാം. അതേപോലെ P B2 B1 ഓൾഡ് മെത്തേഡ് കണ്ടുപിടിക്കുക. അതിനുശേഷം ഷോ ദാറ്റ് P B1 B2 ഇൻവേഴ്സ് ഇസ് ഈക്വൽ ടു P B2 B1 ആണ് തെളിയിക്കുക. ഇതും കണ്ടെത്തിയാൽ ഇതിന് ഇൻവേഴ്സ് തന്നെയാണ് പറയാവുന്നതേ ഉള്ളൂ. ഓക്കെ, അതിനുശേഷം കമ്പ്യൂട്ട് വെറുതെ എലമെന്റ് -4 + x വിത്ത് റെസ്പെക്ട് ടു B1. കമ്പ്യൂട്ട് -4 + x വിത്ത് റെസ്പെക്ട് ടു B2. കമ്പ്യൂട്ട് -4 + x with respect to B2 using transition matrix. അഥവാ ഒരു P B2 B1 into ഈ മെട്രിക്സ് ചെയ്തിട്ട് ചെയ്യില്ല. അങ്ങനെ ചെയ്യും. ഈ പ്രോബ്ലം നിങ്ങൾ സ്വന്തമായിട്ടൊന്ന് ചെയ്തു.